മലയാം കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയാ. മലയാം കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുലഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. ആനപ്പാപ്പി മലങ്കര വർഗീസ് അനവധിയാകും സോദരരെ, നിങ്ങൾ ചിന്തിയ രക്തത്താലെ ജനഹൃദയങ്ങൾ ഉയർന്നിടും. നിങ്ങൾ നേടിയ സ്വാതന്ത്ര്യത്തെ അണയാതെന്നും കാത്തിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. ഇറക്കിയ മണ്ണിൽ ഞങ്ങൾ പോരാട്ടങ്ങൾ നയിച്ചപ്പോൾ നീതിയതാകും തീയിൽ ഞങ്ങൾ വിശ്വാസത്തെ കാത്തിടും. നാളുകളായി നീതി മുടക്കി ഇരുളിലടച്ചൊരു സഭ ഇതിനെ പ്രാർത്ഥനയെന്നൊരു പ്രഭയാലെന്നും ശോഭ തെളിച്ചു വിളക്കിയിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ
കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ എൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചന യാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. പാറുന്നു പീത പതാക ഈ മണ്ണിൽ, പാറുന്നു പാറിപ്പറക്കുന്നു വാനിൽ. മാർത്തോമ നാട്ടിയ ദീപശിഖ ഇന്ന് ആളിപ്പടരുന്നു ഭൂഗോളമാകെ, ആളിപ്പടരുന്നു ഭൂഗോളമാകെ. ഇരുളിനെ ഭേദിച്ചു ഒളിവിതറും ഈ സഭ, ഇരുളിൽ പ്രകാശം പരത്തുന്നു ഈ സഭ. ഇരുളിനെ ഭേദിച്ചു ഒളിവിതറും ഈ സഭ, ഇരുളിൽ പ്രകാശം പരത്തുന്നു ഈ സഭ. പൗലോസ്തിതിയൻ ബാവാ തിരുമേനി ആമോദമായി വാഴും ശ്രേഷ്ഠമീ തിരുസഭ. പൗലോസ്തിതിയൻ ബാവാ തിരുമേനി ആമോദമായി വാഴും ശ്രേഷ്ഠമീ തിരുസഭ. ആമോദമായി വാഴും ശ്രേഷ്ഠമീ തിരുസഭ. ജയ് ജയ് മുഴങ്ങട്ടെ, ജയപേരി ഉയരട്ടെ, ജയത്തിൻ പതാക ഈ മണ്ണിൽ പറക്കട്ടെ. ജയ് ജയ് മുഴങ്ങട്ടെ, ജയപേരി ഉയരട്ടെ, ജയത്തിൻ പതാക ഈ മണ്ണിൽ പറക്കട്ടെ. തമസിന്റെ ശക്തികൾക്കെന്നും ഭയമായി മാർത്തോമ നാട്ടിയ ഈ പൊൻപതാക. താമസിന്റെ ശക്തികൾക്കെന്നും ഭയമായി മാർത്തോമ നാട്ടിയ ഈ പൊൻപതാക. മാർത്തോമ നാട്ടിയ ഈ പൊൻപതാക. പാറുന്നു പീത പതാക ഈ മണ്ണിൽ, പാറുന്നു പാറിപ്പറക്കുന്നു വാനിൽ. മാർത്തോമ നാട്ടിയ ദീപശിഖ ഇന്ന് ആളിപ്പടരുന്നു ഭൂഗോളമാകെ, ആളിപ്പടരുന്നു ഭൂഗോളമാകെ, ആളിപ്പടരുന്നു ഭൂഗോളമാകെ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ എൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചരണ യാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. വേദത്തിൻ തമ്പുരുമീട്ടും വേദത്തിൻ തമ്പുരുമീട്ടും ഭാരതഭൂവിതിലായി ഭൂമിതിലായി മാർത്തോമാ തിലകം ചാർത്തിയ മാർത്തോമാ തിലകം ചാർത്തിയ സഭയാം തിരുധരയെ അകളങ്കിതമായിടുമാത്മക്കൈ വഴികൾ നീട്ടി ഇനിയും നീ സ്വർഗസ്ഥൻ മൊഴി സദയം പാടിടുക. എബ്രായ നിറങ്ങളിലൊഴുകും ദൈവത്തിൻ ചരിതം അബ്രഹാം താതൻ മുതലത് പുതിയൊരു വഴി വരെയും. എബ്രായ നിറങ്ങളിലൊഴുകും ദൈവത്തിൻ ചരിതം അബ്രഹാം താതൻ മുതലത് പുതിയൊരു വഴി വരെയും. വംശാവലി വഴിയായി മാറി സുവിശേഷത്തിരികൾ നസ്രായൻ മൂലക്കല്ലായി തിരുസഭ പണിതേറി. സതോമ പാടിയുണർത്തുമൊരാത്മീയ തിരയേറിയ രക്ഷക ചരിതം ലയമായി ചേർന്നൊഴുകി തിരിമാറി സ്നേഹം സേവനമൊന്നായി വിരവോടെ നസ്രാണിക്കൂട്ടം വാഴ്വു 2 സഹസ്രമതാ. ബലഹീനത നീക്കാൻ നീളെ മിഴിനീർക്കണമാലി ഇനിയും സ്നേഹിതരെ തേടാൻ ചിത്തവെടിപ്പോടും ഗുരുമൊഴികൾ കണിയായി ദിനവും കണ്ണു തെളിച്ചിടും. ശരിയാം വിശ്വാസം കാക്കും മലയാങ്കര ഇതുതാൻ. വാഴുക സുചരിത നിർമ്മല കാതോലിക്ക വാഴുക സുചരിത നിർമ്മല ശുഭകാതോലിക നീളാളതിമോദം നെടുനാളിൽ സൂര്യശോഭനം കിഴക്കലി. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ യൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചനയാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. നേരായി വിളങ്ങിയിടും വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി സ്വയശീർഷക പൂരിത മർമ്മം അതിശുദ്ധ കാതോലിക്കേ നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. മോർ ബസേലിയോ മലങ്കര സഭയുടെ മോറാനെ സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും മലങ്കര സഭയുടെ മോറാനെ സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും ജയ് ജയ് കാതോലിക്കോ. ചുണ്ടക്കോഴി നിവാസികളെ, മലങ്കര സഭയുടെ വിശ്വാസികളുടെ കൂട്ടം, ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പൊതുസമൂഹത്തിൽ നേരിടുന്ന നീതി നിഷേധത്തിനെതിരെയും മലങ്കര സഭയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അസത്യത്തിനെതിരെ പ്രതികരിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയുമാണ് ഈ സത്യപ്രചരണ ജാഥ മലങ്കര സഭ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് മലങ്കര സഭ എന്നോ മലങ്കര സഭയുടെ ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ എന്താണെന്നോ പൊതുസമൂഹത്തിലുള്ള നാനാജാതി വിഭാഗത്തിന് മനസ്സിലായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ ഇതുവരെ അറിഞ്ഞിരിക്കണമെന്നോ നിർബന്ധമില്ല. കാരണം അത് അവരുടേതായ കാര്യമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാകുവാനുള്ള സാധ്യതയില്ല. എന്നാൽ മലങ്കര സഭ AD 52 തോമസ് ലീഗിയാൽ സ്ഥാപിതമായ ഒരു ക്രിസ്തീയ സഭയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പറയുക. അങ്ങനെ ഈ AD 52 ഭാരത മണ്ണിൽ ഈ സഭ രൂപീകൃതമായി ഈ ഭാരത മണ്ണിൽ സ്വച്ഛമായും ശാന്തമായും ഈ സഭ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സഭയിലുള്ള ആളുകളിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഉടലെടുക്കുകയാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ സഭയുടെ ഉള്ളിൽ തന്നെയുള്ള വിശ്വാസികൾ രണ്ട് വിഭാഗത്തിലാവുകയാണ്. അങ്ങനെ സഭയ്ക്കെതിരെ ചില പിറുപിറുക്കലുകൾ ഉണ്ടായി, ചില അസ്വസ്ഥതകൾ ഉണ്ടായി, സഭയെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. ഈ പിറുപിറുക്കലുകളും ഈ അസ്വസ്ഥതകളുമാണ് പിന്നീട് ആഭ്യന്തര പ്രശ്നങ്ങളായി പിന്നീട് മാറുകയും കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തത്. സഭാ ചരിത്രം വളരെ വലുതാണെങ്കിലും പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന തരത്തിൽ
വളരെ തുച്ഛമായ സമയത്തിനുള്ളിൽ സൃഷ്ടിച്ച വാക്കുകളിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ സഭയിൽ രണ്ട് വിഭാഗങ്ങൾ പണ്ടേ ഉടലെടുത്തു. പതിറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് സഭയിലെ പ്രധാനികൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് 1934 ഒരു ഭരണഘടന രൂപീകരിക്കുകയും ചെയ്തു. മലങ്കര സഭ ധരിച്ചിരുന്നുണ്ടാക്കിയ ഒരു ഭരണഘടനയല്ല, സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയ അല്ലെങ്കിൽ പെറുപെറുക്കലുകൾ ഉണ്ടാക്കിയ ആളുകളെയും കൂടി അടുത്തിരുത്തി അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ് 1934 ഭരണഘടന മലങ്കര സഭയ്ക്ക് ഉണ്ടാകുക. ഓർക്കണം, ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപേ മലങ്കര സഭയ്ക്ക് ഉണ്ടായതാണ് 1934 സഭാ ഭരണഘടന. അതിനുശേഷം സഭ അല്പം ഒന്ന് ശാന്തമായും വീണ്ടും സമാധാനമായും പതിറ്റാണ്ടുകൾ കടന്നുപോയെങ്കിലും പിന്നീടും ഈ സഭയിൽ ചില അസ്വസ്ഥതകൾ രൂപാന്തരപ്പെട്ടു. പ്രബല ശക്തികൾ അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് ശത്രു മനോഭാവത്തോടു കൂടി മലങ്കര സഭയെ നോക്കിക്കൊണ്ടിരുന്നവർ പ്രബല ശക്തികളായി മാറിയപ്പോൾ മലങ്കര സഭയിലെ 100 കണക്കിന് പള്ളികൾ അവർ കയ്യൊപ്പോടെ പിടിച്ചെടുത്തു. മലങ്കര സഭയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിന് അല്ലെങ്കിൽ സമാധാനപ്രിയരായ ഒരു കൂട്ടം ആളുകൾക്ക് നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പ്രബല ശക്തിയായ അല്ലെങ്കിൽ സഭയ്ക്കെതിരെ പ്രവർത്തിക്കൊണ്ടിരുന്നവർ അവർ അനേകം പള്ളികൾ പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിന് ശാശ്വത സമാധാനം കാണണമെന്ന ആഗ്രഹത്തോടു കൂടി വീണ്ടും കോടതിയെ സമീപിച്ചു മലങ്കര സഭ. അപ്പോഴേക്കും ഇതിൽ തന്നെ ഭിന്നിപ്പുണ്ടായിരുന്നവർ 2002 ഒരു ഭരണഘടന ഉണ്ടാക്കി. അവർ അതും സുപ്രീം കോടതിയിൽ കൊടുത്തു. 2002 ഭരണഘടന അനുസരിച്ച് അവർ ആവശ്യപ്പെടുന്നത് മലങ്കര സഭയുടെ സ്വത്തുക്കളും മലങ്കര സഭയുടെ പള്ളികളും മുഴുവൻ അവരുടേതാണെന്നാണ്. 2002 ഭരണഘടന ഉണ്ടാക്കിയ വർഷം നോക്കിയാൽ ഏകദേശം 18-19 വർഷം മാത്രം പഴക്കമുള്ള ഒരു സംവിധാനത്തിന് മലങ്കര സഭയുടെ 100 കണക്കിന് പള്ളികൾ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതി കേസ് പഠിച്ചിട്ട് പറഞ്ഞു, ഈ സംവിധാനങ്ങളും ഈ രേഖകളും വെച്ചിട്ട് നിങ്ങൾക്ക് മലങ്കര സഭയിൽ നിന്ന് ഒന്നും ലഭിക്കുവാനുള്ള സാധ്യതയില്ല, നിങ്ങൾ അസ്തമന ബിന്ദുവിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ മാതൃസഭയിലേക്ക് തിരിച്ചു പോകാം. മാതൃസഭയിലേക്ക് തിരിച്ചു പോകുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃസഭ വിട്ട് മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് പോകാം എന്ന് പറയുക. അപ്പോഴാണ് അവർ പൊതുസമൂഹത്തിൽ പറഞ്ഞത്, ഓർത്തഡോക്സ് സഭ പണം കൊടുത്തു വാങ്ങിയ കോടതി വിധിയാണ് അവർക്കുള്ളത്, അതല്ലാതെ ഒരു നീതിന്യായ സംവിധാനത്തിലൂടെ വാങ്ങിയതല്ല എന്ന്. 18, 19, 20 വർഷം പഴക്കമുള്ള ഒരു കോടതിയുടെ ഒരു മലങ്കര സഭയുടെ ഒരു ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് 100, 200, 300 വർഷം പഴക്കമുള്ള ഒരു പള്ളികൾ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പോലും മലങ്കര സഭയിൽ നിന്ന് കിട്ടുവാനുള്ള സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്, ഞങ്ങളെ കുറിച്ച് പറയുന്നത് പള്ളിപിടുത്തക്കാരാണെന്നാണ്. ഞാൻ മുൻപ് പറഞ്ഞു, കയ്യൊപ്പ് കൊണ്ട് 100 കണക്കിന് പള്ളികൾ അവർ പിടിച്ചടക്കി എന്ന് ഞാൻ ആദ്യമേ മുൻപ് പറഞ്ഞു. ആ പള്ളികളെല്ലാം ഈ മലങ്കര ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ സത്യസന്ധവും നീതിപൂർവവുമായി അത് മലങ്കര സഭയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ ആരുടെയും ദേവാലയങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതല്ല. പണ്ട് കൈവിട്ടുപോയ ദേവാലയങ്ങൾ ഇന്ന് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്രം നീതിപൂർവവും ന്യായവുമായി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നടത്തുന്ന ഈ മലങ്കര സഭയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പള്ളിപിടുത്തക്കാരാണ് എന്ന് പൊതുസമൂഹം ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിരത്തേണ്ടതാണ്. മൂന്നാമത്, ഞങ്ങളെ കുറിച്ചുള്ള പരാതി ഞങ്ങൾ ശവം തടയുന്നവരാണെന്നാണ്. ഓർത്തഡോക്സുകാർ നാട് നീളെ നടന്ന് എല്ലാവരുടെയും ബോഡി തടയുന്നവരാണെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടേതായ ദേവാലയത്തിലല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു സഭയിലോ മറ്റേതെങ്കിലും ദേവാലയത്തിലോ ഞങ്ങൾ ആരുടെയെങ്കിലും ബോഡി തടഞ്ഞിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങൾ ബോഡി തടഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഓരോ ദേവാലയവും ഭരിക്കപ്പെടുന്നത് ഓരോ കസ്റ്റോഡിയന്റെ കീഴിലാണ്. കസ്റ്റോഡിയൻ എന്ന് പറയുമ്പോൾ അവിടെ ട്രസ്റ്റിയുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, വികാരിയുണ്ട്, പിന്നെ ഇടവക മെത്രാപ്പോലീത്തയുണ്ട്. ഇവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിലാണ് ഓരോ ദേവാലയവും ഭരിക്കപ്പെടുന്നത്. ആ ദേവാലയം അറിയാതെ, ആ കസ്റ്റോഡിയൻ അറിയാതെ അടച്ച പെട്ടിയിൽ ഒരു ബോഡി, അതിനകത്ത് ബോഡി ഉണ്ടോ ബോഡി ഇല്ലയോ
അത് സ്ത്രീയാണോ പുരുഷനാണോ മൃഗമാണോ അതിനകത്ത് എന്തെങ്കിലും കാര്യപ്പെട്ടിയാണോ എന്നൊന്നും മനസ്സിലാക്കുവാൻ പറ്റാതെ അടച്ചപെട്ടിയുമായി ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കസ്റ്റോഡിയൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതാരുടെ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ശവം തടയലെന്നല്ല, അത് നീതിപൂർവമായ അന്വേഷണം മാത്രമാണ്. അത് ഏതൊരുവനും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കൂടത്തായി ജോളി എന്ന് പറയുന്ന ഒരു പെങ്ങൾ നിങ്ങൾക്കറിയാം. അത് അവർ അവരുടെ വീടുകളിലുള്ള അനേകം ആളുകളെ അവർ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. അപ്പോഴൊന്നും അത് അറിഞ്ഞില്ല. സ്വാഭാവിക മരണമായി കരുതി ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. പതിറ്റാണ്ടുകൾ കടന്നപ്പോൾ അതെല്ലാം കുഴിമാടങ്ങളെല്ലാം തുറന്ന് പരിശോധനയ്ക്കായി എടുത്തു. അന്നത്തെ ട്രസ്റ്റിയോട് ചോദിച്ചു, എന്നാണ് അടക്കം ചെയ്തത്, എന്നാണ് കൊണ്ടുവന്നപ്പോൾ അസ്വാഭാവികമായി എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? അവിടെയുള്ള വികാരിയോട് ചോദിച്ചു, നിങ്ങളുടെ ഇവിടെ എഴുതിയിരിക്കുന്ന ബുക്കിലുള്ള രേഖകൾ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഇതെല്ലാം ദേവാലയത്തിലുള്ള ആളുകൾ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അടച്ച വെട്ടിയുമായി കടന്നു വരുന്ന വന്ന് ബലമായി അടക്കിയിട്ട് പോകുന്ന ഒരു സംഗതിക്കും അവിടെ യാതൊരു രേഖകളുമില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആ കസ്റ്റോഡിയന് ഒളിഞ്ഞിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ കസ്റ്റോഡിയൻ ആ ബോഡി തടയുവാൻ ശ്രമിക്കുന്നത്. ബോഡി തടയുമ്പോൾ അവർ അടക്കിയിട്ട് പൊക്കോട്ടെ. ബോഡി തടയുമ്പോൾ പോലീസിൽ ഒരു കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായ രേഖകളോ രേഖപ്പെടുത്തും. അപ്പോൾ നമ്മുടെ മനസ്സറിവോട് കൂടിയല്ല ബലമായി അടക്കിയതാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അവർ അത് അടക്കം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പൊതുസമൂഹത്തിൽ ഈ ശവം തടയുന്നവരാണ് എന്ന് പരക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഞങ്ങളെ നാണം കെടുത്തുവാനുള്ള ശ്രമം പൊതുസമൂഹമെങ്കിലും മറ്റ് നാനാജാതി മതസ്ഥരെങ്കിലും മനസ്സിലാക്കണമെന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള അനേകം നുണപ്രചരണങ്ങൾ, ഞങ്ങളുടെ മലങ്കര സഭയെ കുറിച്ചുള്ള അനേകം നുണപ്രചരണങ്ങൾ നിങ്ങളുടെ കടകളിലോ നിങ്ങളുടെ സമീപത്തോ നിങ്ങളുടെ യാത്രാമധ്യത്തിലോ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മലങ്കര സഭ വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു സഭയാണെന്നും, എന്നാൽ നിങ്ങളോട് ചെവിയിൽ മന്ത്രിക്കുന്ന ഈ സഭ, ഈ തട്ടിക്കൂട്ട് സംവിധാനം വെറും 20 വർഷത്തിൽ താഴെ പഴക്കമുള്ള സംവിധാനത്തിന്റെ ആളുകളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളത് കേൾക്കുവാനും നല്ല ശ്രോതാവായിട്ടിരിക്കുവാനും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചെറിയ സമയപരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ യൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചനയാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. നേരായി വിളങ്ങിയിടും വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി സ്വയശീർഷക പൂരിത മർമ്മം
അതിശുദ്ധ കാതോലിക്കേ, അതിശുദ്ധ കാതോലിക്കേ, നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. മോർ ബസേലിയോ, മോർ ബസേലിയോ, മലങ്കര സഭയുടെ മോറാനെ, സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും. മലങ്കര സഭയുടെ മോറാനെ, സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും. ജയ് ജയ് കാതോലിക്കോ, ജയ് ജയ് കാതോലിക്കോ, ജയ് ജയ് കാതോലിക്കോ, ജയ് ജയ് കാതോലിക്കോ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ യൽദോമാർ ബസേലിയോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചനയാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. സത്യപ്രചരണ പ്രാഥമിക ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത്. ഈ ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പള്ളി പ്രധാനവും ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ സെക്രട്ടറിയുമായ ശ്രീമതി അഞ്ജു എബി നമ്മോട് സംസാരിക്കും. ബഹുമാന്യരെ, സത്യം ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ കടന്നുവരുന്ന സത്യപ്രചരണ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. സത്യത്തിൽ നീതി നിഷേധിക്കപ്പെട്ടത് ആർക്കാണ്? മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെയാണ്. 2017 ജൂലൈ 3 ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിധി കൽപ്പിച്ചിട്ടും 1034 പരം ദിനങ്ങൾ കഴിഞ്ഞിട്ടും നീതി നടപ്പാക്കാത്തതിന്റെ ഉത്തരവാദി ആരാണ്? മലങ്കര സഭ 1970 വരെ സമാധാനത്തില് ഒന്നായി നിന്ന് സമൂഹത്തിന് നല്ല സാക്ഷിയായി 1934 ഭരണഘടനാ പ്രകാരം ഭരണം നടത്തി സമൂഹത്തിന് നല്ല സാക്ഷിയായി വരികയായിരുന്നു. എന്നാൽ 1970 മുതൽ പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസ് മലങ്കര സഭയുടെ ഭരണത്തിൽ ഭരണഘടന വിരുദ്ധമായി കൈകടത്തുകയും അനധികൃതമായി മെത്രാന്മാരെ വാഴിച്ച് സമാന്തര ഭരണം നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു.
ഇത് മലങ്കര സഭയിൽ അസമാധാനത്തിന് കാരണമായി. ഇതിനെ ശക്തമായി മലങ്കര സഭ എതിർത്തു. ശാശ്വത പരിഹാരത്തിന് വേണ്ടി നീതിന്യായ വ്യവസ്ഥയിലൂടെ പരിഹാരം തേടുന്നതിന് ശ്രമിച്ചുകൊണ്ടും ഇരുന്നു. 1958 സുപ്രീം കോടതി വിധിയിലൂടെ ഭരണഘടനാ പ്രകാരം 1934 ഭരണഘടനാ പ്രകാരം ഒന്നായി തീർന്ന ഈ സഭയിൽ വീണ്ടും വിഘടനവാദം തലപൊക്കി. വ്യവഹാരങ്ങളും കക്ഷി വഴക്കുകളും ആരംഭിച്ചു. അനധികൃതമായ മെത്രാന്മാർ സഭയുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലും പ്രവേശിക്കുന്നത് നിരോധിക്കണമെന്ന് മലങ്കര സഭ ആവശ്യപ്പെട്ടു. അങ്ങനെ 1995 സുപ്രീം കോടതി വിധിയിലൂടെ ഒരു വിധി ഉണ്ടാകുകയും ആ വിധി 2002 നടപ്പിലാക്കുകയും ചെയ്തു. ഈ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി തന്നെ മുന്നോട്ടിറങ്ങി. ഇരുപക്ഷത്തിന്റെയും ജനസംഖ്യയുടെ അനുപാതത്തിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും ആ പ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന സഭാ നേതാവിനെ ഇരു കൂട്ടരും അംഗീകരിക്കണമെന്നുമായിരുന്നു ആ വിധി തീർപ്പ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതിന് അത് നിരീക്ഷിക്കുന്നതിനും വേണ്ടി റിട്ടയർഡ് ജഡ്ജസ് ആയിട്ടുള്ള ശ്രീ മണിമഠിനെ നിയമിക്കുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വിധി നടപ്പിൽ നിന്ന് പാത്രിക്കീസ് പക്ഷം ഏകപക്ഷീയമായി പിന്മാറുകയും അന്നേ ദിവസം തന്നെ ഒരു സമാന്തര സഭ സ്ഥാപിക്കുകയും ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. ഇത് ന്യായവിധിയുടെ ലംഘനമായും മാറി. അങ്ങനെ യാക്കോബ സഭയെന്നും ഓർത്തഡോക്സ് സഭയെന്നും രണ്ട് വിഭാഗങ്ങൾ നിലവിൽ വന്നു. രാഷ്ട്രീയ പാർട്ടികളെ പോലെ പിളർപ്പുണ്ടായപ്പോൾ യഥാർത്ഥ അവകാശികൾ ആരെന്നുള്ള വഴക്കുകൾ വീണ്ടും വീണ്ടും ഉണ്ടായി. അങ്ങനെ ഇരുഭാഗത്തിലെയും കാര്യങ്ങൾ കേട്ടു പഠിക്കുകയും മലങ്കര സഭയുടെ പ്രശ്നങ്ങൾ ശരിയായ രീതി പഠിക്കുകയും ചെയ്തിട്ട് സുപ്രീം കോടതി 2017 അന്തിമ വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൻ പ്രകാരം മലങ്കര സഭ ഒന്നാണെന്നും മലങ്കര സഭയിലെ 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണെന്നും 1934 ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന വൈദിക സ്ഥാനിക്ക് മാത്രമേ അതിൽ ഭരണം നടത്താൻ അവകാശമുള്ളൂ എന്നും ഈ മലങ്കര സഭയിലോ സ്ഥാപനങ്ങളിലോ ഒരു സമാന്തര ഭരണം നടത്താൻ പാടില്ല എന്നും വിധിച്ചു. നാളിതുവരെയും ഈ ഒരു വിധി നമുക്ക് നടപ്പാക്കി കിട്ടിയിട്ടില്ല. നീതി നിഷേധിക്കപ്പെട്ടത് ആർക്കാണ്? ഇനിയും സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയെ കുറിച്ച് ചില ആരോപണങ്ങൾ നിലവിൽ പറഞ്ഞു വരുന്നു. അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇടവകയിൽ നിന്ന് ഇടവകക്കാരെ ഇറക്കി വിടുന്നു. ഒരു ഇടവകയിൽ നിന്നും ഇടവകക്കാരെ ഇറക്കി വിടുന്നില്ല, ഇനിയോട്ട് വിടുകയുമില്ല. ഒരു ഇടവക അംഗമാകുന്നത് എപ്പോഴാണ്? ആ ഇടവകയുടെ ചിട്ടയായ അല്ലെങ്കിൽ ആ സഭയുടെ ചിട്ടയായ സഭാ ചിട്ടകൾ അനുസരിക്കുകയും സഭാ ഭരണഘടന അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ഇത് ഒരു പുതിയ കാര്യമല്ല. നിയമാനുസൃതം നിലനിൽക്കുന്ന ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഇത് മാത്രമേ സഭ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ. ഒരു ഇടവകക്കാരനെയും സ്വന്തം ഇടവകയിൽ നിന്ന് ആരും ഇറക്കി വിടുന്നില്ല. 34 ഭരണഘടന അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആരോപണം, ശവസംസ്കാരത്തിന് തടസ്സം നിൽക്കുന്നു. ഒരാളുടെയും ശവസംസ്കാരത്തിന് തടസ്സം നിൽക്കുവാനായിട്ട് മലങ്കര സഭ ആഹ്വാനം ചെയ്തിട്ടില്ല. ഏതൊരു സഭയുടെ പോലെ തന്നെ മലങ്കര സഭയുടെയും ശ്മശാനങ്ങൾ പൊതു ശ്മശാനങ്ങളല്ല, അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ശ്മശാനങ്ങളാണ്. ഇതിന്റെ യഥാർത്ഥ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് അവിടുത്തെ നിയമാനുസൃത വികാരിയാണ്. അപ്പോൾ അവിടെ ഒരു ശവസംസ്കാരം നടത്തണമെങ്കിൽ നിയമാനുസൃത വികാരി അറിഞ്ഞിരിക്കണം. അല്ലാതെ അനധികൃതമായി ശവസംസ്കാരം നടത്തിയിട്ട് അതിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആ സഭയുടെ അല്ലെങ്കിൽ ആ ഇടവകയുടെ വികാരിയാണ്. അതുകൊണ്ടാണ് നിയമപരമായി അതിനെ നേരിടുന്നത്. മൂന്നാമത്തെ ആരോപണം, ഓർത്തഡോക്സ് സഭ പള്ളിപിടുത്തക്കാരാണ്.
മലങ്കര സഭയ്ക്ക് അവകാശപ്പെടാത്ത ഒരു പള്ളിയിൽ പോലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മലങ്കര സഭ പോയിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള പള്ളികളിലെല്ലാം അത് നിയമപ്രകാരം സഭയുടെ തന്നെ ആക്കുക തന്നെ ചെയ്യും. ഇനിയും ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ നിയമവുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേരായി വിളങ്ങിയിടും വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി സ്വയശീർഷക പൂരിത മർമ്മം അതിശുദ്ധ കാതോലിക്കേ നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ. സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്തവാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയിലെ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ സത്യപ്രചരണ വാഹനജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത്. ഈ ജാഥ അഭിസംബോധന ചെയ്തുകൊണ്ട് മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട റോണി വർഗീസ് അല്പസമയം നമ്മോട് സംസാരിക്കുന്നതാണ്. നല്ലവരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, ഞാനീ നിൽക്കുന്നത് കോടനാടിന്റെ മണ്ണിലാണ്. ഞങ്ങൾ ഈ വഴി ഒരു വാഹന റാലിയുമായി വന്നിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം ഈ നാട്ടിലുണ്ട്. ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്നാൽ നല്ലവരായ നാട്ടുകാരെ, ഞങ്ങളെ മനഃപൂർവ്വമായി പീഡിപ്പിക്കുവാനും മലങ്കര നസ്രാണികളെന്ന് അറിയപ്പെടുന്ന ഈ ഓർത്തഡോക്സ് സഭയെ ഇല്ലാതാക്കുവാനുമുള്ള ഒരു തന്ത്രത്തിലാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടിയായ പാത്രികീസ് പക്ഷം. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും ഞങ്ങളുടെ സത്യങ്ങൾ പറയേണ്ടതിനു വേണ്ടിയാണ് ഇത്തരത്തില് ഒരു വാഹന പ്രചരണ യാത്ര നടത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടായത്. നാം ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നത് വാഹന പ്രചരണ യാത്രയുമായി നാട്ടിലെത്തിയിരിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കല്ലുവെച്ച നുണകളെ വീണ്ടും വീണ്ടും പറഞ്ഞ് സത്യമാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ സത്യമെന്തെന്നും യാഥാർത്ഥ്യം എന്തെന്നും അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരങ്ങളായ പാത്രികീസ് പക്ഷം, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്താണ്. ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് നമുക്ക് ലഭിച്ച ഭരണഘടന അനുസരിച്ചാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് ഒരു ന്യൂനപക്ഷമായിരുന്നു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ജനസമൂഹത്തിന്റെ 4% താഴെ വരുന്നവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത്. അന്നും ഇന്ത്യയുടെ ഭൂരിപക്ഷം ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനോട് ചേർന്ന് നിന്ന് പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് അങ്ങ് നിലനിന്ന് പോവുകയായിരുന്നു. ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. എങ്കിലൊരു ന്യൂനപക്ഷമായിരുന്നെങ്കിലും ഗാന്ധിയെ പോലുള്ള മഹാന്മാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. സഹോദരങ്ങളെ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ലഭിച്ച സ്വാതന്ത്ര്യത്തിനെ നിലനിർത്തുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഭരണഘടനയാ. ഈ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ, ഇന്ത്യയെ നിലനിർത്തുവാൻ ഒരു ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നിലനിൽക്കത്തില്ല, അതില്ലാതായി പോയേനെ.
ഏകാധിപത്യം ഉണ്ടായേനെ. ഇവിടെ രാജാക്കന്മാരെ പോലുള്ള വലിയ വലിയ ബ്രിട്ടീഷ് ഭരണാധികാരികളെ പോലുള്ള പുതിയ ഭരണാധികാരികൾ ഉണ്ടായേനെ. എന്നാൽ ലഭിച്ച സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇവിടെ 690ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് 690ഓളം നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർക്കെല്ലാവർക്കും നഷ്ടങ്ങളുടെ കണക്കൊണ്ട് പറയുവാൻ ഓരോ രാജാക്കന്മാരുടെ പ്രൗഢിയും പ്രതാപവും ഇല്ലാതായി. എന്തിനു വേണ്ടിയാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുവാനും ഇന്ത്യ ഒരു സ്വതന്ത്രവും നീതിപൂർവവും ഭരണമുണ്ടാകുവാൻ. അങ്ങനെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ റിപ്പബ്ലിക്കിനെ നിലനിർത്തുന്നത് ഒരു ഭരണഘടനയാ. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കും എനിക്കും അനുവദിച്ചു കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം ഇല്ലാതായി പോയതിന്റെ ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇവിടെ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ 10 പേര് കൂടി ഒരു ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ അതിനെ ആൾക്കൂട്ട രാഷ്ട്രീയം എന്നാ പറയുന്നത്. ഇവിടെ ആൾക്കൂട്ട രാഷ്ട്രീയം നിലനിൽക്കത്തില്ല. ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും നാനാ ജാതി മതസ്ഥർക്കും ജാതിക്കും വർഗത്തിനും അപ്പുറമായി നിലനിൽക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ബോധത്തോടാണ് മലങ്കര നസ്രാണികൾ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളായി നാട്ടിൽ ജീവിക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒരു സമൂഹം ഞങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോ വോട്ടെന്ന് പറയുന്നത് ചിലരൊക്കെ ഉണ്ടല്ലോ ചാക്കി കെട്ടി 10 പേരുടെ ഭൂരിപക്ഷം കാണിച്ച് വോട്ട് കച്ചവടം ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, വോട്ട് എന്ന് പറയുന്നത് ഒരു പൗരന്റെ പൗരബോധത്തിൽ നിന്ന് വളർന്നു വരേണ്ടതാണ്. ഒരു വ്യക്തിയുടെ വർഗബോധത്തിൽ നിന്നോ മതബോധത്തിൽ നിന്നോ വളരേണ്ടതല്ല വോട്ട്. വോട്ട് വളരേണ്ടത് ഒരു വ്യക്തിയുടെ പൗരബോധത്തിൽ നിന്ന്. ഞാൻ ഒരു ഇന്ത്യക്കാരനാണെന്നും ഞാൻ ഭാരതീയനാണെന്നും ഭാരതീയന്റെ പൗരബോധത്തിൽ നിന്ന് വളർന്നു വരേണ്ട ഒരു തത്വവും ഒരു ചിന്തയുമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ഞങ്ങളെ ഇല്ലാതാക്കുവാൻ, മലങ്കര നസ്രാണികളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുവാനാണ് ഇവിടെ പലരും ശ്രമിക്കുന്നത്. ഇവിടെ തർക്കമുണ്ടായി, ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ അധികാരപരമായ ഒരു തർക്കമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, മാണി സാറും ജോസഫ് സാറിന്റെ പാർട്ടിയും തമ്മിൽ തർക്കമുണ്ടായി. മാണി സാറിന്റെ മരണശേഷം ഇവിടെ മാണി സാറിന്റെയും ജോസഫ് സാറിന്റെയും പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടായി. അവരാരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ ഓരോ പ്രദേശത്തെ ഭൂരിപക്ഷം അനുസരിച്ച് ചിഹ്നങ്ങൾ എടുത്തോളാവുന്ന? ഇല്ല. ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച്, ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെയും ഈ രാജ്യത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് മാണി സാറിനും ജോസഫ് സാറിനും ചിഹ്നം അനുവദിച്ചത്. അതനുസരിച്ചു അവർ. കാരണം അവർക്ക് പൗരബോധമുണ്ട്. മാണി സാറിന്റെയും ജോസഫ് സാറിന്റെയും പാർട്ടി തമ്മിൽ ചിഹ്നത്തിൽ തർക്കമുണ്ടായപ്പോൾ ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞ തീരുമാനങ്ങൾ അവർ അനുസരിച്ചു. കാരണം അവരിൽ പോലുമുണ്ട് പൗരബോധം. എന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങളായ പാത്രികീസുകാരെന്ന് ഞങ്ങൾ വിളിക്കുന്നതും യാക്കോബക്കാരെന്ന് സ്വയം അലങ്കാരപ്പെടുത്തുന്നതുമായ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഭാരതീയൻ എന്നുള്ള പൗരബോധം ഇല്ലാതായിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് പാർട്ടി എന്നുള്ള ഒരു ധർമ്മവും പൗരബോധവും ഇല്ലാതായി? അത് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി തന്നു. ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി തന്നപ്പോൾ അവിടെ എവിടെന്നെങ്കിലും മേടിച്ചെടുത്തതല്ല, നൂറ്റാണ്ടുകളുടെ നിയമ പോരാട്ടത്തിൽ കൂടെ നേടിയെടുത്തതാണ്. കോടതി പറഞ്ഞത് അനുസരിച്ചോളാമെന്നുള്ളത് ഞങ്ങളല്ല പറഞ്ഞത്, മറുപക്ഷം കോടതി പറഞ്ഞതാണ്. ഈ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുത്താലും അത് ഞങ്ങൾ അനുസരിച്ചോളാമെന്ന് കോടതിയിൽ പറഞ്ഞത് മറുപക്ഷമാണ്. പക്ഷെ അവർക്ക് വിരുദ്ധമായിട്ട് വരുമ്പോഴേ അവരനുസരിക്കത്തില്ല. ഇന്ന് CRPF ഉപയോഗിച്ച് കോതമംഗലം പള്ളി പിടിക്കാൻ പോന്നു. കോതമംഗലം പള്ളിയിൽ ഇപ്പോൾ CRPF വരുമെന്നൊക്കെ മറുപക്ഷം പറഞ്ഞല്ലോ. ആ CRPF വരാതിരിക്കുന്നത് കോടതി വിധി കൊണ്ടാണെന്ന് മറുപക്ഷം പറയുന്നല്ലോ. അവർക്ക് അനുകൂലമായ കോടതി വിധികളെ മാത്രം അവരനുസരിക്കും. മറുപക്ഷത്തിന് അനുകൂലമായ കോടതി വിധികൾ അനുസരിക്കുകയും അവർക്കെതിരായി വരുന്ന കോടതി വിധികളെ അനുസരിക്കാതിരിക്കുന്നതും അത് പൗരബോധമല്ല, അതാണ് സിറിയൻ തീവ്രവാദം. ഒരു വിദേശിക്ക് വേണ്ടി, ഒരു സിറിയൻ തീവ്രവാദത്തിന് വേണ്ടി ഈ ഭാരതത്തിൽ ഒരു മലയാളിയുടെ മണ്ണിൽ, മലയാള മലങ്കരയിൽ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുവാനുള്ള സിറിയൻ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ സത്യപ്രചരണ യാത്ര എന്ന് പറയുന്നത്.
ഇവിടെ എന്റെ എതിർവശത്ത് ചിലരിപ്പില്ലേ, അവർക്കും ഒരു പൗരബോധമുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവർക്ക് ലഭിക്കാതിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടുകയാണ്. അങ്ങനെ ഓരോ ചെറിയ കൂട്ടത്തിനും അവരുടെ ധർമ്മത്തിനും പോരാട്ടത്തിനും വേണ്ടിയാണ് അവർ പോരാടുന്നത്. അവരിവിടെ അക്രമം അഴിച്ചുവിട്ടില്ല, അവരിവിടെ കലഹമുണ്ടാക്കിയില്ല, അവരിവിടെ റോഡ് തടഞ്ഞില്ല, അവർ വോട്ട് കച്ചവടത്തിന് നിന്നില്ല. എന്നാൽ അവരുടെ പൗരബോധത്തോടുകൂടി അവരിവിടെ സമരം ചെയ്യുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. ഈ രാജ്യത്തെ ഭരണഘടന ഓരോ പൗരനും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട്. അതിനെ നിഷേധിക്കാൻ രാഷ്ട്രീയ ആളുകൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരെ, നിങ്ങളോട് ഞങ്ങളൊരു പ്രാർത്ഥനയാണ് മുമ്പോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? ഒരു മലയാളിയായി, ഒരു ഭാരതീയനായി ഈ രാജ്യത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മരിക്കുവാനുമുള്ള അവകാശത്തെ നശിപ്പിക്കുവാനും നിഷേധിക്കുവാനും ആരും കൂട്ടുനിൽക്കരുത്. കാരണം ഞങ്ങൾ പോരാടുന്നത് വിദേശിക്ക് വേണ്ടിയല്ല, ഒരു വിദേശ ഭരണ സംവിധാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾ പോരാടുന്നത്. ഒരു തദ്ദേശീയനാൽ, ഒരു ഭാരതീയനാൽ, ഒരു ഭാരതീയ സഭയായി നിലനിൽക്കുവാനും ഒരു ഭാരതീയനായി ഈ സഭ ഭരിക്കപ്പെടണമെന്നുമുള്ള ആവശ്യത്താലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ഞങ്ങൾ ആരെയും പള്ളിയിൽ നിന്ന് ഇറക്കി വിടത്തില്ല. ഒരു ഭാരതീയൻ ജീവിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ഓരോ മലങ്കര നസ്രാണി ജീവിക്കേണ്ടത് മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ചാണ്. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ്. പക്ഷെ ആനുകൂല്യത്തിന്റെ മാനദണ്ഡം ഭൂരിപക്ഷമല്ല. ഇവിടെ ഒരു MLA ജയിച്ചാൽ ആ ജയത്തിന്റെ മാനദണ്ഡം ഭൂരിപക്ഷമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ജയിച്ച MLA എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് ഭൂരിപക്ഷമല്ല. ഇതിന്റെ മാനദണ്ഡം, അതിന്റെ മാനദണ്ഡം അർഹതയാ. അർഹത എന്ന മാനദണ്ഡത്തിലാണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമേ ഞാൻ വീട് കൊടുക്കത്തുള്ളൂ, എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമേ റേഷൻ കൊടുക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമേ ഞാൻ റോഡ് ടാർ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ജനങ്ങളുടെ പ്രതിനിധി ആയതുകൊണ്ടാണ് ജനപ്രതിനിധി എന്ന് വിളിക്കപ്പെടുന്നത്, അല്ലാതെ ഭൂരിപക്ഷ പ്രതിനിധി എന്ന് വിളിക്കാറില്ല. ഇവിടുത്തെ ഭൂരിപക്ഷമാണ് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധി ഭരിക്കുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല. ജനപ്രതിനിധി ഭരിക്കുമ്പോൾ അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ സത്യപ്രതിജ്ഞ ഇങ്ങനെയാണ്: ഞാൻ ഈ രാജ്യത്തിന്റെ നിയമത്തോടും ഭരണഘടനയോടും നീതിയും കൂറും പ്രഖ്യാപിക്കുന്നു. ഞാൻ ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കത്തില്ല. ഞാൻ എല്ലാവരോടും ഒരുപോലെ കാണും. ഞാൻ സ്വജനപക്ഷപാതം ചെയ്യത്തില്ല. ഇത് ഞാൻ വിചാരിച്ചത് ഇന്നലെ വരെ ജയിച്ചവര് മാത്രം ചെയ്താൽ മതിയെന്ന. പക്ഷെ ഞാൻ ഈ 2 ദിവസം നോക്കിയപ്പോ ജയിച്ചാൽ മാത്രം പോരാ. ഒരാൾ ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ പോലും ഈ രാജ്യത്തെ നിയമത്തോടും ഭരണഘടനയോടും കൂറും വിധേയത്വവും ഭരണാധികാരിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ചൊല്ലി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഈ രാജ്യത്തെ ഇലക്ഷന് മത്സരിക്കാൻ പോലും കഴിയുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള മാനദണ്ഡം ഭൂരിപക്ഷമായിരിക്കാം, പക്ഷേ ജനങ്ങളെ ഭരിക്കുവാനുള്ള മാനദണ്ഡം ഭൂരിപക്ഷമല്ല. ജനങ്ങളെ ഭരിക്കുവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഞങ്ങൾ ഒരു വിശ്വാസിയെയും ഒരു പള്ളിയിൽ നിന്ന് ഇറക്കി വിടില്ല. വിശ്വാസികൾക്ക് പള്ളിയിൽ വരാം, പ്രാർത്ഥിക്കാം. നാനാ ജാതി മതസ്ഥർക്ക് ദേവാലയത്തിൽ വരാം. ഒരു ക്രിസ്ത്യാനിക്ക് വേണമെങ്കിൽ ഹിന്ദു അമ്പലത്തിൽ പോകാം, ഒരു കുഴപ്പവുമില്ല. ഒരു ഹിന്ദുവിന് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ വരാം. ഇവിടെ അങ്ങനെ ജീവിച്ച ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ജാതിക്കും മതത്തിനും വർണ്ണങ്ങളും അപ്പുറമായി ഒന്നിച്ചു നിൽക്കുവാനും കെട്ടിപ്പിടിക്കുവാനും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുമുള്ള ഒരു പശ്ചാത്തലം ഈ രാജ്യത്തുണ്ട്. പക്ഷെ അതിനെ ഇല്ലാതാക്കുവാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വർഗീയത പറഞ്ഞു പരത്തുവാൻ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും വർഗീയത പരത്തുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ നല്ലവരായ നാട്ടുകാരെ നാം ചെറുത്ത് തോൽപ്പിക്കണം. ഇവിടെ ഞങ്ങൾ പോരാടുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുവാനാണ്. ഒരു ഭാരതീയനാൽ, ഒരു ഭാരതീയ സഭയായി ഈ ഭാരതത്തിന്റെ വിളക്ക് കത്തിച്ചു വെച്ച്, മെഴുകുതിരി കത്തിച്ചു വെച്ച്, കണ്ണുനീരോട് കണ്ണ് മണ്ണിൽ വീണ് നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശം മലങ്കരയുടെ മക്കളായി, സിറിയയുടെ മക്കളായി ജീവിക്കുവാനല്ല.
മലങ്കരയുടെ മക്കളായി ജീവിക്കുവാനുള്ള അവകാശം അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടവകാശം എന്ന് പറയുന്നത് വർഗീയതയ്ക്കുള്ള വോട്ടല്ല. നമ്മുടെ ഓരോരുത്തരുടെ വോട്ടവകാശം ഏതെങ്കിലും മതത്തിന് അടിസ്ഥാനമായുള്ളതല്ല. നാം ഒറ്റക്കെട്ടായി നിന്ന് ഈ നാടിന് നന്മ ചെയ്യുന്ന, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവർക്ക് വോട്ട് കൊടുക്കുകയും മലങ്കര നസ്രാണികളെ നശിപ്പിക്കുവാനുള്ള തീവ്രവാദപരമായ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാനും നല്ലവരായ നാട്ടുകാരുടെ എല്ലാ പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം ത്യാഗസന്നിധിയായ പരിശുദ്ധ ഔദ്യോഗികയുടെ സാന്നിധ്യമുള്ളതായ മാതൃദേവാലയത്തിൻ്റെ ഈ സത്യപ്രചാരജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പൊതുജനങ്ങളെ കാര്യപിടിപ്പിക്കുവാൻ തക്കവണ്ണം സന്ദേശം നൽകിയ ഞങ്ങളുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയാണ് റോണി വർഗീസിനോടും ഈ സന്ദേശം ശ്രദ്ധിച്ചതായ എല്ലാ നല്ലവരായ നാട്ടുകാരോടുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യാത്ര തുടരുന്നു. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ യൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചനയാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. വൈദേശിക സഭകളുടെ പീഡനങ്ങൾ നിരന്തരമായി ഉണ്ടായപ്പോഴും അടിവതറാതെ അതിനെതിരെ ശക്തമായി നിലപാടുകൾ എടുക്കുകയും ബഹുമാനപ്പെട്ട കോടതിയിലൂടെയുള്ളതായ നീതിന്യായ വ്യവസ്ഥകൾ അംഗീകരിച്ചു വരുന്ന സഭയെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുവാനും ദുഷ്പ്രചരണങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും രാഷ്ട്രീയ മതസാമുദായിക നേതാക്കളുടെ മറ്റും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തുന്നതായ വിവിധ വിഭാഗത്തിൻ്റെ പഠിപ്പിക്കലുകൾക്കെതിരെ കൃത്യമായ സന്ദേശം സമൂഹത്തിന് നൽകുവാൻ തക്കവണ്ണം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പെരുമ്പാവൂർ മേഖലയിലെ പള്ളികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ സത്യപ്രചാരണ ജാഥയാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാഥ അഭിസംബോധന ചെയ്തുകൊണ്ട് മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയാണ് ശ്രീ ജോൺസൺ വർഗീസ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആലാട്ടുചിറ നിവാസികളെ, മലങ്കര സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ, ഇന്ന് മലങ്കര സഭ നേരിടുന്ന നീതി നിഷേധത്തിനെതിരെയും പൊതുസമൂഹത്തിൽ മലങ്കര സഭയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെയും മലങ്കര സഭ സംഘടിപ്പിച്ചിട്ടുള്ള സത്യപ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നു പോകുവാൻ ഇരിക്കുന്നത്. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ പ്രചരണ ജാഥ കടന്നു വരുന്നുണ്ട്. അതിന് മുന്നോടിയായി നിങ്ങളുമായി മലങ്കര സഭയുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ എന്താണെന്നും മലങ്കര സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും നിങ്ങളോട് ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ശിഷ്യനായ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ ഒരു ക്രിസ്തീയ സഭയാണ് മലങ്കര സഭ. ഭാരതത്തിൻ്റെ മണ്ണിൽ സ്വച്ഛമായും ശാന്തമായും 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സഭ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും
സഭയ്ക്കെതിരെ പിറുപിറുക്കുകയും സഭയിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും നിസ്സാരമായ കുറ്റങ്ങളാൽ സഭയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ അസ്വസ്ഥതകളും ആ പിറുപിറുക്കലുകളുമാണ് പിന്നീട് സഭയിലെ ആഭ്യന്തര കലഹമായി മാറിയത്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ സഭാ പ്രശ്നം? നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നല്ലേ, പിന്നെ എന്താണ് പ്രശ്നമെന്ന്. ഞങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാണ്, ഒരു സഭയിൽ തന്നെയുള്ള രണ്ട് വിഭാഗം ആളുകളാണ്. എന്നാൽ വളരെ നിസ്സാരമായ കാര്യങ്ങളാൽ സഭയ്ക്കെതിരെ ചില പിറുപിറുക്കലുകൾ ഉണ്ടായപ്പോഴാണ് സഭയിൽ ഭിന്നതയുണ്ടായത്. അങ്ങനെ സഭയിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ സഭയിലെ പ്രധാനികൾ ഒരു കാര്യം തീരുമാനിച്ചു. സഭയ്ക്ക് നല്ലൊരു ഭരണഘടന ഉണ്ടാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ സഭയിലെ സകല പ്രശ്നങ്ങളും തീരുമെന്ന്. അങ്ങനെ 1934 സഭയിലെ ഇരു കൂട്ടരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് 1934 രൂപീകൃതമായ ഭരണഘടന. മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഓർക്കണം, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഉണ്ടായ ഭരണഘടനയാണ് 1934 ഭരണഘടന മലങ്കര സഭയ്ക്കുണ്ടായത്. അപ്രകാരം ഇരു സഭകളെയും യോജിപ്പിച്ച്, ഇരുസഭ എന്ന് പറയാൻ പറ്റില്ല, സഭയിലെ ഇരു വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ സഭ സമാധാനത്തോടെ പിന്നിട്ടപ്പോൾ സഭയിൽ പിന്നീട് വീണ്ടും കലഹങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ സഭയിൽ കലഹങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ആ പ്രശ്നങ്ങളാണ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും കോടതി പല പ്രാവശ്യം അതിനെ അനുസരിച്ചുകൊണ്ടുള്ള വിധികൾ പുറപ്പെടുവിക്കുകയും ചെയ്തുവെങ്കിൽ ആത്യന്തികമായി പുറപ്പെടുവിച്ചത് 2017 ജൂലൈ 3 കോടതി വിധിയാണ്. ജൂലൈ 3 കോടതി വിധിയിൽ എന്താണ് പറയുന്നത്? ഈ ഭാരതത്തിന്റെ മണ്ണിൽ മലങ്കര സഭ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മലങ്കര സഭയിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സംവിധാനത്തിനും മലങ്കര സഭയിൽ ഭാരതത്തിന്റെ മണ്ണിൽ നിലനിൽക്കുവാനാകില്ല. അതുകൊണ്ട് നിങ്ങൾ അസ്തമന ബിന്ദുവിലാണ് എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ അസ്തമന ബിന്ദുവിലാണെങ്കിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃസഭയിലേക്ക് തിരിച്ചു പോകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിലേക്ക് കടന്നു പോകാം എന്ന് കോടതി പറയുക. ഈ അടുത്ത കാലത്തുണ്ടായത് 2017 ജൂലൈ 3 വിധി അനുസരിച്ച് ഈ മലങ്കര സഭയിൽ നഷ്ടപ്പെട്ടു പോയ പള്ളികളെയെല്ലാം മലങ്കര സഭയിലേക്ക് ചേർക്കപ്പെടുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും പറയാറുണ്ട്, ഓർത്തഡോക്സ് സഭ മറ്റുള്ളവരുടെ പള്ളി പിടിച്ചു കൂട്ടുകയാണെന്ന്. അങ്ങനെ പള്ളി പിടിച്ചു കൂട്ടുന്നതല്ല. വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലങ്കര സഭയിൽ നിന്ന് കൈമോശം വന്നു പോയ, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പള്ളികൾ ഇന്ന് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ സത്യസന്ധവും നീതിപൂർവവുമായി ആ പള്ളികളെയെല്ലാം മലങ്കര സഭയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ പറയുന്നു, നിങ്ങൾ എല്ലാവരും അവർ പള്ളികളിൽ നിന്ന് പുറത്താക്കുന്നു എന്ന്. ഞങ്ങൾ ആരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. അവർ പള്ളി വിട്ട് പോകുന്നതല്ലാതെ ഒരു മനുഷ്യനെയും ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. പിന്നീട് അവർ പറയുന്നു, ഞങ്ങൾ ശവം തടയുന്നവരാണ് എന്ന്. മലങ്കര സഭയുടെ ആളുകൾ മറ്റൊരു സഭയിലോ മറ്റൊരു പ്രസ്ഥാനത്തിൽ പോയോ വേറെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പള്ളികളോ ചെന്ന് ആരും ഒരാളുടെയും ബോർഡ് തടഞ്ഞിട്ടില്ല. പിന്നെ മലങ്കര സഭയുടെ ഓർത്തഡോക്സ് പള്ളികളിൽ അടച്ച പെട്ടികളിൽ കടന്നു വരുന്ന ബോർഡുകൾ അതെന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അടച്ച പെട്ടിയിൽ വരുന്ന ബോഡികൾ, അതിനകത്ത് ബോഡി ഉണ്ടോ ബോഡി ഇല്ലയോ, അല്ലെങ്കിൽ സ്ത്രീയുടെയാണോ പുരുഷന്റെയാണോ എന്നൊന്നും മനസ്സിലാക്കാതെ ഒരടച്ച പെട്ടിയുമായി ഒരു കൂട്ടം ആളുകൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ പെട്ടിയിൽ എന്താണ് എന്നറിയുവാനുള്ള സാമാന്യ മര്യാദ പള്ളിയിൽ ഉള്ളവർക്കുണ്ട്. ഒരു കസ്റ്റോഡിയൻ ഉണ്ട് ഒരു പള്ളിയിൽ. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ വികാരിയുണ്ട്, അവിടെ ട്രസ്റ്റിയുണ്ട്, മെത്രാപ്പോലീത്ത, ഇങ്ങനെ അടങ്ങുന്ന ഒരു വിഭാഗം ആളുകളുടെ കീഴിലാണ് ഒരു പള്ളി ഭരിക്കപ്പെടുന്നത്. ആ പള്ളിയിലേക്ക് അടച്ച പെട്ടിയിൽ ഒരു മൃതശരീരം കടന്നു വരുമ്പോൾ ഇത് ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിന് ഉത്തരം അവർ തടയുന്നവരാണ്, ബോഡി തടയുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പറ്റി ഇതുവരെയുള്ള പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ പൊതുസമൂഹത്തിലെ ആളുകൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായത് ഭാരതത്തിന്റെ നീതിപീഠത്തെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട്
കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയാ. മലയാം കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുലഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. ആനപ്പാത്തി മലങ്കര വർഗീസ് അനവധിയാകും സോദരരെ, നിങ്ങൾ ചിന്തിയ രക്തത്താലെ ജനഹൃദയങ്ങൾ ഉയർന്നിടും. നിങ്ങൾ നേടിയ സ്വാതന്ത്ര്യത്തെ അണയാതെന്നും കാത്തിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. ഇറക്കിയ മണ്ണിൽ ഞങ്ങൾ പോരാട്ടങ്ങൾ നയിച്ചപ്പോൾ നീതിയതാകും തീയിൽ ഞങ്ങൾ വിശ്വാസത്തെ കാത്തിടും. നാളുകളായി നീതി മുടക്കി ഇരുളിലടച്ചൊരു സഭ ഇതിനെ പ്രാർത്ഥനയെന്നൊരു പ്രഭയാലെന്നും ശോഭ തെളിച്ചു വിളക്കിയിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. സത്യം യഥാർത്ഥ ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ
പെരുമ്പാവൂർ മേഖലയിലെ പള്ളികളുടെ നേതൃത്വത്തിൽ നടത്തുന്നതായ സത്യപ്രചാരണ വാഹനജാഥ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ ഈ ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പെരുമ്പാവൂർ ബഥേൽ സുലോക പള്ളി ഇടവാംഗം ശ്രീമതി അഞ്ജു വിപിൻ നമ്മോട് സംസാരിക്കുന്നത്. ബഹുമാന്യരെ, സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കടന്നു വന്നിരിക്കുന്ന ഈ സത്യപ്രചരണ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. സത്യത്തിൽ നീതി നിഷേധിക്കപ്പെട്ടത് ആർക്കാണ്? മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കാണ് നീതി നിഷേധിക്കപ്പെട്ടത്. 2017 ജൂലൈ 3-ാം തീയതി ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിട്ടും നാളിതുവരെയും ആ വിധി നടപ്പിലാക്കാൻ കഴിയാതെ വന്നതിന് ഉത്തരവാദി ആരാണ്? മലങ്കര സഭ 1970 വരെ ഒന്നായി നിന്ന് 1934 ഭരണഘടനാ പ്രകാരം ഭരണം നടത്തി സമാധാനപരമായി സമൂഹത്തിന് നല്ല സാക്ഷിയായി ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ 1970 മുതൽ പരിശുദ്ധ അന്തോക്യ പാത്രികീസ് മലങ്കര സഭയുടെ ഭരണത്തിൽ കൈകടത്തുകയും അനധികൃതമായി മെത്രാന്മാരെ വാഴിച്ച് സമാന്തര ഭരണം നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് മലങ്കര സഭയിൽ അസമാധാനം സൃഷ്ടിച്ചു. 1958 സുപ്രീം കോടതി വിധി പ്രകാരം 1934 ഭരണഘടന അംഗീകരിച്ച് ഒന്നായി തീർന്ന ഈ മലങ്കര സഭയിൽ വീണ്ടും വിഘടനവാദം തലപൊക്കി. കക്ഷി വഴക്കുകളും വ്യവഹാരങ്ങളും ആരംഭിച്ചു. കോടതിയിലൂടെയും നീതിന്യായ വ്യവസ്ഥിതിയിലൂടെയും ശാശ്വത പരിഹാരം നേടുവാൻ വേണ്ടി മലങ്കര സഭ അന്നു മുതൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. 1995 സുപ്രീം കോടതി വിധി പ്രകാരം മലങ്കര സഭയിൽ സമാധാനമുണ്ടാകാൻ വീണ്ടും ഒരു ശ്രമം നടത്തുകയുണ്ടായി. അന്ന് സുപ്രീം കോടതി നേരിട്ട് ഇറങ്ങി സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഇരു വിഭാഗത്തിലെയും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും ആ പ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന സഭാ നേതാവിനെ ഇരു വിഭാഗവും അംഗീകരിക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ വിധി തീർപ്പ്. അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്ത ശ്രീ മളിമഠിനെ നിയോഗിച്ചു. എന്നാൽ ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറിയത് ആരാണ്? പാത്രികീസ് വിഭാഗം ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്മാറുകയും അന്നേ ദിവസം തന്നെ ഒരു സമാന്തര സഭ സ്ഥാപിക്കുകയും അതിനൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി നീതിന്യായ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇരുഭാഗത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീണ്ടും സുപ്രീം കോടതി വീണ്ടും 2017 ജൂലൈ 3-ാം തീയതി അന്തിമ വിധി പ്രഖ്യാപിച്ചു. ആ വിധിயின் പ്രകാരം മലങ്കര സഭ ഒന്നാണെന്നും മലങ്കര സഭ 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണെന്നും അതിന് സമാന്തരമായ ഒരു ഭരണവും ഈ മലങ്കര സഭയിൽ പാടില്ല എന്നും 1934 ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട വൈദിക സ്ഥാനികൾക്ക് മാത്രമേ ഇതിൽ ഭരണം നടത്താൻ അവകാശമുള്ളൂ എന്നും 1934 ഭരണഘടന അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അവരുടെ പള്ളികളിൽ അധികാരമുള്ളൂ എന്നും ആയിരുന്നു ആ വിധി തീർപ്പ്. എന്നാൽ നാളിതുവരെയും ആ വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീതി നിഷേധിക്കപ്പെട്ടത് ആർക്കാണ്? 1958-ലും 1995-ലും 2002-ലും 2017-ലും 2019-ലും സുപ്രീം കോടതി ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞ സത്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാമെന്നുള്ളത് വെറും ഒരു വ്യാമോഹം മാത്രമാണ്. മലങ്കര സഭയ്ക്ക് സത്യം കിട്ടുക തന്നെ ചെയ്യും. ഉദ്ധിതനായ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, സത്യം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഈ പ്രചരണ ജാഥയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. ഈ പ്രചാരണ ജാഥയ്ക്ക് അഭിസംബോധന ചെയ്ത് സംസാരിക്കും
കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയാ. മലയാം കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുലഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. ആനപ്പാപ്പി മലങ്കര വർഗീസ് അനവധിയാകും സോദരരെ, നിങ്ങൾ ചിന്തിയ രക്തത്താലെ ജനഹൃദയങ്ങൾ ഉയർന്നിടും. നിങ്ങൾ നേടിയ സ്വാതന്ത്ര്യത്തെ അണയാതെന്നും കാത്തിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ. ഇറക്കിയ മണ്ണിൽ ഞങ്ങൾ പോരാട്ടങ്ങൾ നയിച്ചപ്പോൾ നീതിയതാകും തീയിൽ ഞങ്ങൾ വിശ്വാസത്തെ കാത്തിടും. നാളുകളായി നീതി മുടക്കി ഇരുളിലടച്ചൊരു സഭ ഇതിനെ പ്രാർത്ഥനയെന്നൊരു പ്രഭയാലെന്നും ശോഭ തെളിച്ചു വിളക്കിയിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ
ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ എൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചരണ യാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. വേദത്തിൻ തമ്പുരുമീട്ടും വേദത്തിൻ തമ്പുരുമീട്ടും ഭാരതഭൂവിതിലായി മാർത്തോമാ തിലകം ചാർത്തിയ സഭയാം തിരുധരയെ അകളങ്കിതമായിടുമാത്മക്കൈ വഴികൾ നീട്ടി ഇനിയും നീ സ്വർഗസ്ഥൻ മൊഴി സദയം പാടിടുക. എബ്രായ നിറങ്ങളിലൊഴുകും ദൈവത്തിൻ ചരിതം അബ്രഹാം താതൻ മുതലത് പുതിയൊരു വഴി വരെയും. എബ്രായ നിറങ്ങളിലൊഴുകും ദൈവത്തിൻ ചരിതം അബ്രഹാം താതൻ മുതലത് പുതിയൊരു വഴി വരെയും. വംശാവലി വഴിയായി മാറി സുവിശേഷത്തിരികൾ നസ്രായ. സഹോദരങ്ങളെ, AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയിലെ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതായ സത്യപ്രചരണ വാഹനയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിക്കുവാനുണ്ടായതായ കാരണം ഇന്ന് സഭ സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടുകയും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയും ഭാരതത്തിൻ്റെ ഭരണഘടനയും തദ്ദേശീയമായ ഈ രാജ്യത്തെ നിയമങ്ങളും രാജ്യത്തിൻ്റെ സംസ്കാരവും ഉൾക്കൊണ്ട് നിൽക്കുന്നതായ ഈ സഭയെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുവാനും ചില വിദേശ സഭകളുടെ ആധിപത്യം ഈ സഭയിൽ നടത്തുന്നതായ ശ്രമത്തെ ചെറുത്തു ഏൽപ്പിക്കുവാൻ സമൂഹ മധ്യത്തിൽ പടർത്തിയിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമായിട്ടാണ് ഈ യാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഓർത്തഡോക്സ് യാക്കോബായ സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം വളരെ നാളുകളായി വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ്. അതിന് അന്തിമമായി 2017 ജൂലൈ 3-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും വിധി ഉണ്ടാവുകയും ചെയ്തു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ മലങ്കര സഭയിൽ ഉൾപ്പെട്ടതായ ദേവാലയങ്ങളെല്ലാം 1934 സ്ഥാപിതമായ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി നിർദ്ദേശം ഉള്ളതാണ്. എന്നാൽ ആ കോടതി വിധിയെ അവഗണിച്ചുകൊണ്ടും സാമ്പത്തികമായും മറ്റു തരത്തിലും ആ വിധികളെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് സമൂഹ മധ്യത്തിൽ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പൊതുസമൂഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് ആളുകൾ മാത്രമുള്ള ദേവാലയങ്ങളിൽ ഓർത്തഡോക്സ് വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ ദേവാലയം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന, ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മലങ്കര സഭ എന്ന് പറയുന്നത് ഒരു പൊതു ട്രസ്റ്റാണ്. ആ സഭയിൽ ഒരു യൂണിറ്റ് മാത്രമാണ് ഒരു ദേവാലയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് കേവലം ഒരു യൂണിറ്റ് മാത്രമായ ദേവാലയമല്ല, ആ സഭ മുഴുവനുമായിട്ടാണ്. നമുക്കറിയാം,
നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. കേരളത്തിൽ നിന്ന് ഒരു BJP MP പോലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്ത MP ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല. കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ കേരളത്തിൻ്റെതായ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ നിലനിൽക്കൂ എന്ന് എങ്ങനെയാണ് പറയുവാനായിട്ട് സാധിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നിൽക്കുമ്പോൾ ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം, ആ യൂണിറ്റുകൾക്കെല്ലാം അത് ബാധകമാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് കേവലം 1-2 ദേവാലയങ്ങൾ മാത്രം എടുത്തുകൊണ്ടല്ല, സഭ മൊത്തത്തിലായിട്ടാണ് ആ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. അതിനൊരു അവസരമാണ് 1995 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത്. അന്ന് റിട്ടയർഡ് ജഡ്ജസ് മണിമഠിന്റെ നേതൃത്വത്തിൽ ഒരു 2 കൂട്ടരെയും വിളിച്ച് 2002 പരുമലയിൽ ഒരു അസോസിയേഷൻ കൂടുകയുണ്ടായി. ആ അസോസിയേഷനിൽ ഭൂരിപക്ഷം തെളിയിച്ച് യഥാർത്ഥത്തിൽ ആരാണ് ഭരണാധികാരി എന്ന് തെളിയിക്കാനുള്ള അവസരം കോടതി നൽകിയപ്പോൾ ആ അസോസിയേഷനിൽ പങ്കെടുക്കാതെ ബദലായി വേറൊരു ഭരണഘടനയും സംവിധാനവും ഉണ്ടാക്കിയപ്പോൾ മെയിൻ സഭയിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്തത്. അതൊരിക്കലും ഈ മലങ്കര സഭയെ ഈ 1064 പള്ളികളും ഈ ഭരണഘടന പ്രകാരം ഭരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുവാനുണ്ടായ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ പള്ളികളുടെ എല്ലാം ലിസ്റ്റ് ഇതെല്ലാം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ ലിസ്റ്റുകളെല്ലാം സമർപ്പിച്ചത് പാത്രികീസ് വിഭാഗമാണ്. അവർ സമർപ്പിച്ചതായ ലിസ്റ്റിൽ കോടതി പറഞ്ഞ് ഈ പള്ളികളെല്ലാം 34 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന് വളരെ വ്യക്തമായി കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. ആ വിധിയാണ് നടപ്പാക്കുവാൻ ഇന്ന് അധികാരികൾ ശ്രമിക്കുമ്പോൾ ആളുകളെ കൂട്ടി സംഘർഷമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത്. ഒരു ജനക്കൂട്ടം കൂടി നിന്നുകൊണ്ട് കുറെ ആളുകൾ കൂടി എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരിയെന്ന് സമൂഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുവെങ്കിൽ നമുക്കറിയാം, മധു എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം കൂടി കൊലപാതകം നടത്തിയതായിട്ട് നമുക്കറിയാം. നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചതായ ഒരു കാര്യമാണ്. ആ നാട്ടിലെ ആ കൂടിയതായ ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയെന്ന് തോന്നിയതാണ് അവർ ചെയ്തത്. പക്ഷെ അത് സമൂഹത്തിന്റെ മുഴുവനും ശരിയെന്ന് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമൂഹം മുഴുവനായി, സഭ മുഴുവനായി എടുക്കുന്നതായ തീരുമാനങ്ങളാണ്. ഒരു ദേവാലയത്തിന് മാത്രമായിട്ട്, ഒരു സഭയുടെ ഭാഗമായിട്ട് ഒരു ദേവാലയം നിൽക്കുമ്പോൾ ആ സഭയുടെ ഭരണഘടന ആ ദേവാലയത്തിനും ബാധകമാണ്. അതുകൊണ്ട് ആ ഭരണഘടന പ്രകാരം, നിയമപ്രകാരമുള്ള വികാരി ആ ദേവാലയം ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ പള്ളിയിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നു എന്നുള്ളതായ ഒരു ധാരണ ഇന്ന് സമൂഹ മധ്യത്തിൽ പറഞ്ഞു പരത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിയമപ്രകാരമുള്ള വികാരിക്കും മെത്രാപ്പോലീത്തായ്ക്കും മലങ്കര മെത്രാപ്പോലീത്തായ്ക്കും മാത്രമാണ് സഭ ഭരിക്കുവാനായിട്ട് സാധിക്കും. ഏതൊരു സംവിധാനവും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം. എനിക്ക് വാഹനം നിയന്ത്രിക്കുവാൻ അറിയാമെന്ന് വിചാരിച്ച് ഞാൻ നാളെ ഒരു പോലീസുകാരന്റെ വേഷമണിഞ്ഞുകൊണ്ട് ഈ കവലയിൽ നിന്നുകൊണ്ട് വാഹനം നിയന്ത്രിച്ചാൽ ഞാൻ പോലീസുകാരനാവില്ല. പോലീസുകാരനാകണമെങ്കിൽ അതിൻ്റെതായ വഴികളിൽ കൂടി തന്നെ കടന്നു വരണം. അതല്ലാതെ വളഞ്ഞ വഴിയിലൂടെ മെത്രാന്മാരായും വൈദികരായും മലങ്കര സഭയുടെ പള്ളികളിൽ അനധികൃതമായ പ്രവേശനം നടത്തി ഭരണം നടത്തുന്നതിനെയാണ് മലങ്കര സഭ ചോദ്യം ചെയ്യുന്നതും. അത് തെറ്റാണ്, അത് പാടില്ല എന്ന് അസന്നിഗ്ധമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ആ നിയമം അനുസരിച്ച് നിയമപ്രകാരമുള്ളതായ വികാരി, ആ വികാരിയെ നിയമപ്രകാരം തെരഞ്ഞെടുത്ത മെത്രാപ്പോലീത്തായും ആ മെത്രാപ്പോലീത്തായെ നിയമപ്രകാരം വാഴിച്ച കാതോലിക്കയും ആരാണെന്ന് വളരെ വ്യക്തമായി കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പൊതുജനങ്ങൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി ഈ എന്താണ് സത്യമെന്ന് തിരിച്ചറിയണമെന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് സ്നേഹപൂർവ്വം ഓർപ്പിക്കുവാനുള്ളത്. ആയതിനു വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നസ്രായൻ മൂലക്കല്ലായി തിരുസഭ പണിതേറി സതോമ പാടിയുണർത്തുമൊരാത്മീയ തിരയേറിയ രക്ഷക ചരിതം ലയമായി ചേർന്നൊഴുകി തിരിമാറി സ്നേഹം സേവനമൊന്നായി വിരവോടി നസ്രാണിക്കൂട്ടം വാഴ്വു 2 സഹസ്രമതാ ബലഹീനത നീക്കാൻ നീളെ മിഴിനീർ
കണമാലി ഇനിയും സ്നേഹിതരെ തേടാൻ ചിത്തവെടിപ്പോടും ഗുരുമൊഴികൾ കണിയായി ദിനവും കണ്ണു തെളിച്ചിടും ശരിയാം വിശ്വാസം കാക്കും മലയാങ്കര ഇതുതാൻ വാഴുക സുചരിത നിർമ്മല കാതോലിക്ക വാഴുക സുചരിത നിർമ്മല ശുഭകാതോലിക നീണാടതിമോദം നെടുനാളി സൂര്യശോഭനം കിഴക്കരീ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ യൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചനയാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. നേരായി വിളങ്ങിയിടും വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി സ്വയശീർഷക പൂരിത മർമ്മം അതിശുദ്ധ കാതോലിക്കേ അതിശുദ്ധ കാതോലിക്കേ നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ നസറാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാം ബാവാ മോർ ബസേലിയോ മോർ ബസേലിയോ മലങ്കര സഭയുടെ മോറാനെ സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും മലങ്കര സഭയുടെ മോറാനെ സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും ജയ് ജയ് കാതോലിക്കോ ജയ് ജയ് കാതോലിക്കോ ജയ് ജയ് കാതോലിക്കോ ജയ് ജയ് കാതോലിക്കോ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതും ഭാരതത്തിൻ്റെ നീതിപീഠത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികളെ മാനിച്ചുകൊണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഘടനവാദികളുടെ കോടതി അലക്ഷ്യ നടപടികൾക്കെതിരെ
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ നിലപാടുകളും നിജസ്ഥിതികളും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പെരുമ്പാവൂർ മേഖലയുടെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികളുടെ സത്യപ്രചരണ യാത്ര ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 1 മണിക്ക് പെരുമ്പാവൂർ ബദേൽ സുലോക്കോ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പമ്പടി, കോടനാട്, ക്രാരിയേലി, വേങ്ങൂർ, കോട്ടപ്പടി, ഇരുമലപ്പടി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോതമംഗലത്തിൻ്റെ പൈതൃകവും പരിശുദ്ധ യൽദോമാർ ബെസിലോസ് ബാവയുടെ അനുഗ്രഹീതവുമായ ഓടക്കാലിയുടെ മണ്ണിൽ സത്യപ്രചന യാത്ര സമാപിക്കുമ്പോൾ മലങ്കര സഭയുടെ വിധി നടത്തിപ്പിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട വിജു ഏലിയാസച്ചൻ സമാപന സന്ദേശം നൽകുന്നതായിരിക്കും. നിങ്ങളേവരെയും ദൈവനാമത്തിൽ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട പെരുമ്പാവൂർ മേഖലയിൽ നിന്നും പെരുമ്പാവൂർ സുലോഹപ്പള്ളി, ബദേൽ സുലോഹപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച സത്യപ്രചരണ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പ്രചരണ യാത്ര ഇവിടെ എത്തുകയാണ്. സത്യം പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. എന്നാൽ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സത്യത്തെ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ട്. കാരണം കല്ല് വെച്ച് നുണങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞ് സത്യങ്ങളായി മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കൂടുന്നത്. ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ 5 പേർ കൂടുതലുണ്ടെന്നോ ചെറിയൊരു ഭൂരിപക്ഷമുണ്ടോ എന്ന് പറഞ്ഞ് അവർ പറയുന്നത് ശരിയാണെന്ന് പറയുവാൻ പറ്റത്തില്ല. മലങ്കര സഭ എന്ത് തെറ്റാണ് ചെയ്തത്? ആരെങ്കിലും ഒരു വാൾ ഞങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്ത് തെറ്റാണ് മലങ്കര സഭ ചെയ്തത് എന്ന് പറയണം. ഒരാളോടും ഒരു തെറ്റും മലങ്കര ഓർത്തഡോക്സ് സഭ ചെയ്തിട്ടില്ല. അനീതിയോടൊരു കാര്യവും ചെയ്തിട്ടില്ല. അനാവശ്യമായി ഒരു കേസ് പോലും, ഒരു വ്യവഹാരങ്ങൾ പോലും തുടങ്ങി വെച്ചിട്ടില്ല. കോടതി പറയുന്നത് ഞങ്ങൾ ശിരസാൽ അനുസരിച്ചോളാവുന്നു. കോടതിയാണ് ഇതിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടതും. മലങ്കര ഓർത്തഡോക്സ് സഭയല്ല പറഞ്ഞത്. തെളിവ് വേണേ തരാം. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് ഞങ്ങളോട് വിഹലിച്ച്, ഞങ്ങളോട് കലഹിച്ച് നിൽക്കുന്ന എന്റെ സഹോദരങ്ങൾ ഞങ്ങൾക്കെതിരെ നിയമ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഇവിടെ ജാതിക്കും മതത്തിനും വർഗത്തിനും നിറത്തിനും അപ്പുറമായി ഓരോരുത്തരും ജീവിക്കുവാനുള്ള അവകാശം തരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. മലങ്കര സഭയും അത്രേ പറയുന്നുള്ളൂ. ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ മലങ്കര സഭ നിലനിൽക്കേണ്ടത് മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച. വേറെ ഒരു അവകാശവും ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഭൂരിപക്ഷം അനുസരിച്ച, വോട്ടിന്റെ ഭൂരിപക്ഷം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആരാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നത് ഭൂരിപക്ഷമാണ്. എന്നാൽ അദ്ദേഹം ജയിച്ച വ്യക്തി ഭരിക്കുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല. ജയിച്ച വ്യക്തി ഭരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അതുകൊണ്ടാണ് ജയിച്ച പ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എങ്ങനെയാണ് സത്യപ്രതിജ്ഞയുടെ വാക്കുകൾ അറിയാമോ? ഞാൻ ഈ രാജ്യത്തിന്റെ നിയമത്തോടും ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് നീതിയും കൂറും പുലർത്തിക്കൊള്ളാമെന്ന് സ്വജനപക്ഷപാതമില്ലാതെയോ ഓരോ വ്യക്തിയോടും ഒരുപോലെ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിലോ ദൈവമില്ലാത്ത നാമത്തിലോ സത്യം പ്രതിജ്ഞയായി ചൊല്ലിയാൽ മാത്രമേ ഈ രാജ്യത്തെ ഒരു ജനപ്രതിനിധിയായി തുടരാൻ കഴിയുള്ളൂ. രണ്ടാമത് ഞാൻ വിചാരിച്ച് ജയിച്ചവർ മാത്രം മതിയെന്ന് പോരാ. ഈ രാജ്യത്ത് ഒരു പൗരൻ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ പോലും അദ്ദേഹം ഇത് എഴുതി കൊടുക്കണം. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാം. പക്ഷെ എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ രാജ്യത്തിന്റെ നിയമവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയുമാണ്. മലങ്കര സഭ അത്രേ പറഞ്ഞുള്ളൂ. ഒരാളെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടുന്നില്ല. പള്ളിയിൽ തുടരാം. എന്നാൽ പള്ളി ഭരിക്കപ്പെടേണ്ടത് മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് വേണം. ഒരു മൃതശരീരവും വെച്ച് വിലപേശത്തില്ല. മൃതശരീരം മറവ് ചെയ്യാം. ഈ റോഡിൽ ഇപ്പോൾ ഒരു മൃതശരീരം കിട്ടിയാൽ നിങ്ങൾ പൊതു ശ്മശാനത്തിൽ ഒന്ന് അടക്കാൻ കൊണ്ടുവയ്ക്കേ, അതിന് രേഖ വേണം.
അതിന് പേപ്പർ, റവന്യൂ അധികാരികളുടെ പേപ്പർ കൊണ്ടുവരാതെ ഒരു മൃതശരീരം പൊതു ശ്മശാനത്തിൽ പോലും അടക്കുവാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളും അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോത്തില്ല. ഒരു വിശ്വാസിക്കും പുറത്തു പോകേണ്ട ആവശ്യമില്ല. വിശ്വാസിയായി നിലനിൽക്കാം. പക്ഷേ മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഉണ്ടാകേണ്ടതല്ല. ഞങ്ങൾ ഇന്ന് ചാക്കിൽ വോട്ട് കെട്ടി ഒരു പടിക്കലും കൊണ്ടുവച്ച് നിലവേശത്തില്ല. വോട്ട് എന്ന് പറയുന്നത് പൗരബോധത്തിൽ നിന്നുണ്ടാകേണ്ടതാ. ജാതിയുടെ പേരിൽ വോട്ട് ചെയ്യാൻ പോയാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് അവകാശമാണ് ഈ രാജ്യത്തുള്ളത്? അതുകൊണ്ട് ജാതിയുടെ പേരിലല്ല വോട്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ജംഗ്ഷനിലെ 10 പേരുടെ ഭൂരിപക്ഷം കാണിച്ചല്ല വോട്ട് കച്ചവടം നടത്തേണ്ടത്. വോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ പൗരന്റെയും അവന്റെ പൗരബോധത്തിൽ നിന്ന്, ഒരു ഭാരതീയന്റെയും ഒരു മലയാളിയുടെയും പൗരബോധത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരെ, ഞങ്ങളൊരു വിലപേശലില്ല. ഞങ്ങൾക്ക് ഒരു ഇന്ത്യൻ പൗരനായി, ഒരു ഭാരതീയനായി ഭരിക്കപ്പെടുന്ന സഭയിൽ അംഗമായി ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഏതെങ്കിലും ഒരു പള്ളിയിലെയോ ഏതെങ്കിലും ഒരു ജില്ലയിലെയോ ഭൂരിപക്ഷം വെച്ച് അടിച്ചമർത്താൻ ശ്രമിക്കരുത്. നല്ലവരായ നാട്ടുകാരുടെ പിന്തുണ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന വെക്കുകയാണ്. ഒരു ഭാരതീയനാൽ ഭരിക്കപ്പെടുന്ന ഒരു സഭയുടെ അംഗമായി ജീവിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് എല്ലാ പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ചിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയാ. മലയാം കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ചിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുലഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവനാകും പുണ്യപിതാവാം മാർത്തോമാ. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ചിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. സഹനത്താലും ത്യാഗത്താലും മുറിവുകളനവധി ഏറ്റവരാ. ആനപ്പാത്തി മലങ്കര വർഗീസ് അനവധിയാകും സോദരരെ, നിങ്ങൾ ചിന്തിയ രക്തത്താലെ ജനഹൃദയങ്ങൾ ഉയർന്നിടും. നിങ്ങൾ നേടിയ സ്വാതന്ത്ര്യത്തെ അണയാതെന്നും കാത്തിടും. കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ചിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കലുഷിതമാമൊരു കാലത്തെങ്ങും ആടിയുറഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം മാർത്തോമാ.
മണ്ണിൽ ഞങ്ങൾ പോരാട്ടങ്ങൾ നയിച്ചപ്പോൾ നീതിയതാകും തീയിൽ ഞങ്ങൾ വിശ്വാസത്തെ കാത്തിടും. നാളുകളായി നീതി മുടക്കി ഇരുളിലടച്ചൊരു സഭ ഇതിനെ പ്രാർത്ഥനയെന്നൊരു പ്രഭയാലെന്നും ശോഭ തെളിച്ചു വിളക്കിയിടും. മാർത്തോമായുടെ പിൻഗാമികളാൽ ശുദ്ധന്മാരാം താതന്മാർ നിങ്ങളുടെ പ്രാർത്ഥന കോട്ടയതാകും മലയാങ്കരതൻ മേലെന്നും വാഴട്ടെ നീനാലെന്നും. മാർത്തോമായുടെ സിംഹാസനം വാഴട്ടെ നീനാലെന്നും. കാതോലിക്ക സിംഹാസനം മലയാം കരയുടെ മാറിൽ പൊഴിഞ്ഞ മാർത്തോമായുടെ തിരുരക്തം വിശ്വാസത്തിൻ ശിലയിലതങ്ങനെ നിലനിന്നിടും തിരുസഭയായി. കാലത്തെങ്ങും ആടിയുലഞ്ഞൊരു സഭയതിനെ കൈവെടിയാതെ കാത്തവരാകും പുണ്യപിതാവാം